നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പുല്ലാട്ടുകീഴി എന്ന സ്ഥലത്താണ്. ഇവിടെ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി അവരുടെ ഓടിട്ട വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. സംഭവം രാത്രി 9:45 സംഭവ സമയത്ത് സിന്ധുവും ഭർത്താവും 2 കുട്ടികളും സഹോദരിയും അവരുടെ മക്കളും വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വീടിന്റെ അടുക്കള പൂർണ്ണമായി തകർന്ന നിലയിലാണുള്ളത്. കുടുംബം ഇന്നലെയൊക്കെ തന്നെ രാത്രിയോടുകൂടി അടുത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറുകയാണ് ചെയ്തത്. അത് ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഈ മോന് പാല് കാച്ചാൻ വേണ്ടി അടുക്കളയിൽ പോയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പം 2 സെക്കൻഡേ ആയുള്ളൂ. അപ്പം മോൻ ഓടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചെവിരൊക്കെ ഇടിഞ്ഞു പോയി. ഇവിടെ എല്ലാവരും പറഞ്ഞിരിക്കണം ചെവിര് നനഞ്ഞു പോകുന്നിരിക്കുന്നു. അങ്ങനെ അവനെ മാറ്റാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സംഭവം. ഞങ്ങളെല്ലാം നമ്മൾ 7 പേര് ഈ വീട്ടിനകത്തുണ്ട്. അനിയത്തി ഇതിനകത്ത് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് സൗണ്ട് കയറി കഥവും കയറി അങ്ങ് സെറ്റായിപ്പോയി. തുറങ്ങാനും ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയൊക്കെ ആയിപ്പോയി. പിന്നെ ഞാൻ ബാക്കിൽ കൂടെ പോയി ചള്ളി തുറന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് മക്കളൊക്കെ ഇതിനകത്തായതുകൊണ്ട് ഞാൻ അനിയത്തിനകത്തായിപ്പോയി. അനിയത്തിക്ക് പെട്ടെന്ന് എഴുതിക്കാൻ നോക്കൂല. അങ്ങനെ അനിയത്തിയെ കൊണ്ട് പെട്ടെന്ന് വെളിയിൽ കൊണ്ട് ഇറങ്ങി പെട്ടെന്ന് പോവുകയാണ് ചെയ്തത്. പിന്നെ ആൾക്കാരെല്ലാം ഭയങ്കര ജനം വന്നു. പിന്നെ അപ്പോഴേ പോലീസിനെയൊക്കെ വിളിച്ച് വരുത്തി. പിന്നെ ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഇതുവരെയും അവരായിരിക്കും വന്നിട്ടില്ല. പിന്നെ കൗൺസിലർ വിളിച്ചിട്ട് കൗൺസിലർ ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ വന്നിരുന്നു. മരം ഇപ്പോഴും വീടിന്റെ മുകളിൽ വെട്ടിമാറ്റാതെ ഇപ്പോഴും കിടക്കുകയാണ്. അവർ ഇന്നലെ ഫയർഫോഴ്സിനെ അറിയിച്ചപ്പോൾ ഇന്നലെ 51ാമത്തെ കേസം കണ്ടാണ്. അപ്പോൾ ഒന്ന് ചെയ്യാൻ ഇതിലേക്കും വന്നിട്ടില്ല. ഇതിലേക്കും പോലീസ് നില വന്നിട്ട് എല്ലാം നോക്കിയിട്ട് പോയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കൊച്ചുങ്ങളെല്ലാം പെട്ടുപോയി എന്നുള്ളത് അതിനകത്ത് കുടുങ്ങിപ്പോയി. നല്ല അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾ ഭാര്യ പെട്ടെന്ന് അവളെ പുറത്ത് വീണനായിരുന്നു. പെട്ടെന്ന് അവളെ അടുക്കളയിൽ പാല് കാച്ചാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവളെ എന്തോ ദൈവാധീനം കൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരികയാണ് ചെയ്തത്. ആ സമയത്ത് അടുക്കളയിലായിരുന്നു. ചായ ഇടാനായിട്ട് പാല് കച്ചാനായിട്ട് പോയാണ് കൊച്ചിന്. അങ്ങനെയൊക്കെ സംഭവം. ഈ കഥവും കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങ് സെറ്റായിപ്പോയി. മരത്തിന് ഇത് വീണിട്ട് അങ്ങനെല്ലാം ചവിട്ടി പൊളിച്ച കാത്തോട്ട് കയറുകയാണ് ചെയ്തത് എല്ലാവരും കൂടെ.